ഓം ശാന്തി. ശബരിമല തീർത്ഥയാത്രയിലെ തീർത്ഥാടനത്തിലെ ഒരു മുഖ്യമായ ദൃശ്യമാണല്ലോ അയ്യപ്പന്മാരെല്ലാവരും ഇരുമുടിക്കെട്ട് തലയിൽ എന്തിയിട്ടുള്ള ആ ദിവ്യമായ ഒരു കാഴ്ച. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഭഗവാന്റെ ഭക്തിയിൽ, ഈശ്വരനോടുള്ള സ്നേഹം, ഓർമ്മ, ആ ഇരുമുടിക്കെട്ട് കണ്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഭഗവാനെ ഓർമ്മ വരും അല്ലേ? ഇന്ന് നമുക്ക് 12ാം പടി, 12ാം തിരുപ്പടി. ശരണം പൊന്നയ്യപ്പ. ഇരുമുടിക്കെട്ടിനെ കുറിച്ച് തന്നെയാകട്ടെ. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അയ്യപ്പന്മാരുടെ എല്ലാവരുടെയും ശിരസിൽ ആ ഇരുമുടിക്കെട്ട്, നമ്മുടെ എല്ലാവരുടെയും ശിരസിൽ അതുപോലൊരു ഇരുമുടിക്കെട്ടുണ്ട്. ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ആ ഇരുമുടിക്കെട്ട് കാണുമ്പോൾ മക്കളെ നിങ്ങൾക്ക് ഓർമ്മ വരണം, ജീവിതയാത്രയിലും നമ്മളെല്ലാം ഒരു ഇരുമുടിക്കെട്ട് എന്തിയിട്ടുള്ള യാത്രയാണ്. ഏതാണ് ആ ഇരുമുടിക്കെട്ട്? നമ്മുടെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും കൊണ്ടുണ്ടാകുന്ന പ്ലസ് മൈനസുകൾ, പാപപുണ്യങ്ങൾ, നന്മ തിന്മകൾ, കർമ്മവും കർമ്മഫലങ്ങളും. അതിൽ പ്ലസ്സും ഉണ്ടാവും മൈനസും ഉണ്ടാവും. അതുകൊണ്ട് ഇരുമുടി കെട്ട് ഉണ്ടാക്കുമ്പോൾ പറയാറില്ലേ, മുൻമുടി വലുതായിരിക്കണം, പിൻമുടി ചെറുതായിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിലും ക്ലേശമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സുഖവും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമൃദ്ധിയും നല്ല ബന്ധം എല്ലാം നല്ലത് 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 ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഭഗവാൻ പറയുന്നത് നമ്മൾ നല്ലത് 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 വിതയ്ക്കണം, കെട്ടിൽ നിറയ്ക്കണം. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നത് വരെ ജീവിതത്തിൽ എന്താ നടക്കുന്നത്? കെട്ട് നിറയാണ്. എന്താ കെട്ട് നിറ? നമ്മൾ വിതയ്ക്കുന്ന ഓരോ വാക്കുകളും, നമ്മുടെ സങ്കല്പങ്ങളും, നമ്മുടെ കർമ്മങ്ങളും, നമ്മുടെ പെരുമാറ്റങ്ങളും, ഇതെല്ലാം എന്താണ്? അത് ശരീരം ഉപയോഗിച്ചാകട്ടെ, മനസ്സുകൊണ്ടാകട്ടെ, ധനം കൊണ്ടാകട്ടെ, നമ്മുടെ പൊസിഷൻ ഉപയോഗിച്ചാകട്ടെ, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാകട്ടെ, നമ്മൾ വിതയ്ക്കുന്ന ഓരോ വിത്തുകളും ഈ തലയിൽ ഇരുമുടിക്കെട്ടിൽ പോയി വീഴുന്നുണ്ട്. തുടർച്ചയായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാൻ പറയുന്നത് അത് എല്ലാം ഇവിടെ പതിയും. ഒന്നുകിൽ അത് പ്ലസ്സിൽ പോയി വീഴും, അല്ലെങ്കിൽ മൈനസിൽ പോയി വീഴും. നമ്മൾ എങ്ങനെയുള്ള കർമ്മമാണോ ചെയ്തത് അതിനനുസരിച്ച് ഈ ഇരുമുടി പ്ലസ് മൈനസ് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ മുതൽ കെട്ട് നിറയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോഴും, നമ്മുടെ ഓരോ പെരുമാറ്റത്തിൽ ഇത്രയും ശ്രദ്ധയുണ്ടെങ്കിൽ നമ്മുടെ കെട്ടിലെ പ്ലസ്സുകൾ നമുക്ക് കൂടുതൽ നിറയ്ക്കാനാകും, മൈനസുകളുടെ എണ്ണം കുറയ്ക്കാനാകും. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും ഈ 11ാം പടി കയറാം. ഇത്രയും ഒരു അറ്റൻഷൻ വെച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്ലസ് കൂടുകയാണെങ്കിൽ എന്താ ഗുണം? നമ്മുടെ ആരോഗ്യവും വർദ്ധിക്കും, സമൃദ്ധി ഉണ്ടാകും, ബന്ധങ്ങൾ സോഫ്റ്റ് ആവും. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ നാവ്, സംസാരം അല്ലേ, പെരുമാറ്റം. അതിലാണ് ഈ കെട്ടിൽ കൂടുതൽ പോയിട്ട് വീഴുന്നത്, പ്ലസ് ആയാലും മൈനസ് ആയാലും. അപ്പോൾ രാവിലെ മുതൽ പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങൾ, ഒരു ദിവസം തന്നെ എത്ര വിചാരങ്ങളാണ് ഉണ്ടാകണേ. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഓരോ വിചാരങ്ങളും ഈ കെട്ടിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കെട്ടിൽ വീഴുന്നത് പ്ലസ് ആണെങ്കിലേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ, മനസ്സിനും ബലം ഉണ്ടാവുള്ളൂ, നമ്മുടെ ബന്ധങ്ങളും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് 11ാം പടിയിലേക്ക് കയറുമ്പോൾ നമുക്ക് എല്ലാവർക്കും എടുക്കേണ്ട സങ്കല്പം എന്താണ്? ഞാൻ എൻ്റെ ഇരുമുടിക്കെട്ടിൽ പ്ലസ്സുകളുടെ എണ്ണം കൂട്ടും, മൈനസുകളുടെ എണ്ണം കുറയ്ക്കും. എങ്കിലേ ഇന്നും നാളുകളിലും, കാരണം നമ്മൾ ഈ ഇരുമുടിക്കെട്ട് ഇപ്പോഴത്തെ മാത്രമല്ല, പിന്നെയും നമ്മൾ വന്നിരിക്കുന്നതും ഒരു ഇരുമുടിക്കെട്ടുമായിട്ടാണ്. എവിടുന്ന്? ഈ വണ്ടി ഈ ശരീരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ചൈതന്യം മറ്റൊരു ശരീരത്തിലായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് നമ്മൾ വന്ന ആത്മചൈതന്യം കൂടെ കൊണ്ടുപോകുന്ന ഈ പ്ലസ് മൈനസിൻ്റെ സഞ്ചി, ഈ സഞ്ചിത കർമ്മത്തിൻ്റെ സഞ്ചിയുമായിട്ടാണ് നമ്മുടെ സഞ്ചാരം. അപ്പോൾ ഇപ്പം നമ്മൾ നല്ലത് വിതച്ചാലേ നമുക്ക്, ഇന്ന് നല്ലത് വെച്ചാൽ എൻ്റെ നാളെയും നന്നായിരിക്കും, എൻ്റെ ഭാവി. ഇനി ഇവിടുന്ന് യാത്ര ചെയ്ത് നമ്മൾ അടുത്ത വണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ജന്മത്തിലും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത് ഈ സഞ്ചിയാണ്. അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ എന്ത് നമുക്ക് പ്ലസ് ഉണ്ടോ? എന്തെല്ലാം, അത് ബന്ധങ്ങളാണെങ്കിലും സാധനങ്ങളും സാമഗ്രികളും മനസ്സും ബുദ്ധിയും
ഐശ്വര്യവും സൗന്ദര്യവും എന്തെല്ലാം പ്രാപ്തികളിപ്പോൾ നമുക്കുണ്ടോ, എല്ലാ പ്ലസ്സുകളും നമ്മൾ സഞ്ചിയിൽ കൊണ്ടുവന്നതാണ്, ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവന്നതാണ്. എല്ലാ മൈനസുകളും നമ്മൾ കൊണ്ടുവന്നത് ആ സഞ്ചി തുറന്ന് ഇപ്പം നമ്മൾ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ഈ കെട്ട് നിറച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഓർമ്മ വെച്ച നാൾ മുതൽ കെട്ടുനിറ നടക്കുകയാണ്. ഡെയിലി രാവിലെ മുതൽ വൈകുന്നവരെ എന്താ നടക്കണേ? കെട്ടുനിറയാണ്. ഇതാണ് വീണ്ടും സഞ്ചിയിൽ കൊണ്ടുപോകണേ. അപ്പം ജീവിതം നമ്മൾ പറയില്ലേ, ഇത് അനേക എപ്പിസോഡുകളുള്ള ഒരു സീരിയൽ പോലെ, ഒരു മെഗാ സീരിയലാണ് നമ്മുടെ ലൈഫ്. ഈ മെഗാ സീരിയലിൽ സഞ്ചാരം എങ്ങനെയാണ് നടക്കുന്നത്? ഈ സഞ്ചിത കർമ്മവുമായിട്ടാണ്. അതുകൊണ്ട് 12ാം പടിയിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രതിജ്ഞ വ്രതം പോലെ എടുക്കാം. ധ്യാനത്തിലിരുന്നുകൊണ്ട് നമുക്ക് ഈ സങ്കല്പം എടുക്കാം. ജീവിതയാത്ര എനിക്ക് ക്ലേശമില്ലാതെ മുന്നോട്ട് പോകണം. എനിക്കും ക്ലേശമുണ്ടാകരുത്, ഞാൻ നിമിത്തം മറ്റുള്ളവർക്കും കലഹക്ലേശങ്ങളുണ്ടാകരുത്. അതിനാൽ രാവിലെ മുതൽ വൈകുന്നത് വരെ കെട്ട് നിറയാണ് നടക്കുന്നതെന്ന ശ്രദ്ധ, അറ്റൻഷൻ ഞാൻ എന്നിൽ വയ്ക്കുകയാണ്. മനസ്സിലെ ഓരോ വിചാരം, അതെന്നെക്കുറിച്ചാണെങ്കിലും മറ്റുള്ളവരെക്കുറിച്ചാണെങ്കിലും, വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ, ശരീരത്തിലെ ഏത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, ധനത്തെ ഉപയോഗിക്കുന്നത്, എൻ്റെ പോസ്റ്റും പൊസിഷനും ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇരുമുടിക്കെട്ടിൽ പ്ലസ്സിൽ പോയി വീഴുന്ന തരത്തിലുള്ളതായിരിക്കും. പ്ലസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞാൻ രാവിലെ മുതൽ കർമ്മക്ഷേത്രത്തിൽ കെട്ടുനിറ നടത്തും. അതിലൂടെ എൻ്റെ അവശേഷിക്കുന്ന ആയുഷ്കാലവും ശേഷം തുടർയാത്രയും മുൻമുടിയിൽ പ്ലസ് കൊണ്ട് എനിക്ക് പോകണം. ഇരിക്കുമ്പോഴും പ്ലസ്സുകൾ ഉപയോഗിക്കണം. ഇന്നലെ ഞാൻ വിതച്ചതാണ് ഇന്ന് കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ വിതയ്ക്കുന്നതാണ് നാളെ കൊയ്തെടുക്കാൻ പോകുന്നത്. അതിനാൽ ശബരിമല യാത്രയിലെ ഇരുമുടിക്കെട്ട് പോലെ എൻ്റെ ജീവിതയാത്രയിലും എൻ്റെ കർമ്മവും കർമ്മഫലങ്ങളുമാണ് ഇരുമുടിക്കെട്ടിലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രേഷ്ഠമായ കർമ്മങ്ങളും വാക്കുകളും ചിന്തകളും കൊണ്ട് പ്ലസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും, മുൻമുടി വലുതാക്കും, ജീവിതയാത്ര ഞാൻ സുഗമമാക്കും. എൻ്റെയും മറ്റുള്ളവരുടെയും യാത്ര സുഗമമാക്കാൻ ഞാൻ എൻ്റെ മേൽ പൂർണ്ണ ശ്രദ്ധാലുവായിരിക്കും. ഓം ശാന്തി.